അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. വീക്ഷ്യതാൻ മഹിഷസ്തത്ര സൃഷ്ടിസ്ഥിത്യന്തകാരിണ യോദ്ധുകാമഃ സമാദായ പരിഘം സമുപാദ്രവൽ. महिषाख्यो महावीर सेनानीश्चिक्षुरस्तथा उग्रास्यश्चोग्रवीर्यश्च दुद्रुवुर्युद्धकामुका असिलो मातृनेत्रश्च बाष्कलान्धक एव च एते चान्ये च बहवो योद्धुकामा विनिर्ययु सन्नद्धा धृतचापास्ते രഥാരൂഢാമദോദ്ധതാ പരിവവൃസുരാൻ സർവാൻ വൃകാ ഇവ സുവത്സകാൻ ബാണവൃഷ്ടിം തതശ്ചക്രുർദാനവാ മദഗർവിതാ സുരാശ്ചാപി തഥാ ചക്രൂ പരസ്പരജിഘാംസവാ അന്ധകോ ഹരിമാസാദ്യ പഞ്ചബാണാൻ ശിലാശിതാൻ മുമോച വിഷസന്ദിഗ്ധാൻ കർണാകൃഷ്ടാൻ മഹാബലാൻ വാസുദേവോപ്യസംപ്രാപ്താൻ വിശിഖാനാശുഗൈസ്തദാ ചിച്ഛേദ താൻ പുനഃ പഞ്ചമുമോച രിപുനാശന തയോ പരസ്പരം യുദ്ധം ബഭൂവ ഹരിദൈത്യയോ ബാണാസി ചക്രമുസലൈർഗദാശക്തി പരശ്വധൈ മഹേശാന്ധകയോർയുദ്ധം തുമൂലം ലോമഹർഷണം പഞ്ചാശദ്ദിനപര്യന്തം ബഭൂവ ച പരസ്പരം ഇന്ദ്രബാഷ്കലയോ തദ്വദ്മഹിഷാസുരരുദ്രയോ യമതൃനേത്രയോസ്തദ്വൽമഹാഹനുധനേശയോ
അസിലോമാവരുണയോർ യുദ്ധം പരമദാരുണം ഗരുഡം ഗദയാ ദൈത്യോ ജഘാന ഹരിവാഹനം സാ ഗദാപാതഖിന്വാംഗോ നിശ്വസന്നാവതിഷ്ഠതി ശൗരിസ്തം ദക്ഷിണേനാശൂഹസ്തേന പരിസാന്ത്വയൻ സ്ഥിരം ചകാര ദേവേശോ വൈനതേയം മഹാബലം സമാകൃഷ്യ ധനു ശാർംഗം മുമോച വിശിഖാൻ ബഹൂൻ അന്ധകോപരികോപേന ഹന്തുകാമോ ജനാർദ്ദന ദാനവോപി ച താൻ ബാണാൻ ചിച്ഛേദ സ്വശരൈശിതൈ പഞ്ചാശദ്ഭിർഹരിം കോപാജ്ജഘാന ച ശിലാശിതൈ വാസുദേവോപി താം സ്തൂർണം വഞ്ചയിത്വാ ശരോത്തമാൻ ചക്രം മുമോച വേഗേന സഹസ്രാരം സുദർശനം ത്വക്തം സുദർശനം ദൂരാൽ സ്വചക്രേണ ന്യവാരയൽ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പഞ്ചമസ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാ വിഷ്ണു ശിവാദിയെ കണ്ട നേരം മഹീഷനു യുദ്ധത്തിനായുലക്കയുമായി അടുത്തു. മഹീഷനും ചിക്ഷൂരനും മുഗ്രാസ്യനും മുഗ്രവീര്യൻ യുദ്ധം മോഹിച്ച വീടയ്ക്കു ഇരച്ചു കയറി. അസീലോമൻ ത്രിനേത്രനും ബാഷ്കലനും മന്ധകനും അതുപോലെ അസൂരർ യുദ്ധത്തിനൊരുങ്ങി. മതിച്ചവർ വില്ലുമായി രഥങ്ങളിൽ കയറിനാൻ ചെന്നായ പശുക്കുട്ടിയെ ആക്രമിക്കുമ്പോൾ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മതോന്മത്തരായിടുന്ന ദൈത്യരോ അതുപോലവേ ദേവന്മാരും പരസ്പരം ശരം ചൊരിഞ്ഞു. അന്ധകനോ ചെവിയോളം ഞാൻ വലിച്ചു വിട്ടയച്ചു 5 ശരം വിഷ്ണുവിൻ്റെ മാറിലേക്കായി. അവയെ വഴിക്കു വെച്ചു തകർത്തല്ലോ ജനാർദ്ദനൻ, 5 ശരം അങ്ങോട്ടും അയച്ചു മാധവൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഹരിദൈത്യ സംഗ്രാമമോ അതിഭയങ്കരമായി ശരം ചക്രം മുലയ്ക്കവാൾ പ്രയോഗിച്ചല്ലോ. വിഷ്ണുവും അന്ധകൻ താനും തമ്മിലുള്ള യുദ്ധം ഘോരം 50 നാൾ ഭയാനക യുദ്ധം തുടർന്നു. ഇന്ദ്രനും ബാഷ്കലൻ താനും മഹീഷനും ശ്രീശിവനും യമനും ത്രിനേത്രനൊപ്പം മഹാഹനുവും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, അമ്മേ ശരണം. കുബേരനുമായി യുദ്ധം അസീലോമാവരുണനും ഗരുഡനെ അന്ധകനോ പ്രഹരിച്ചല്ലോ. ഗദയേറ്റു തളർന്നൊരാ പക്ഷീന്ദ്രനെ മഹാവിഷ്ണു വലങ്കയാൽ തലോടിനാൻ ആശ്വസിപ്പിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
വിനതൻ പുത്രനെയും സ്വസ്ഥനാക്കി ശാഖധാരി വിവിധമാം ശരങ്ങളെ തൊടുത്തുവിട്ടു. അന്ധകനെ കൊല്ലാനായി അയച്ചതാമസ്ത്രങ്ങളെ അവനു ബാണങ്ങളാലെ തകർത്തുവിട്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അന്ധകനെ കൊല്ലാനായി അയച്ചതാമസ്ത്രങ്ങളെ അവനു ബാണങ്ങളാലെ തകർത്തുവിട്ടു. ഹരിയുടെ നേരെ അവൻ 9 അസ്ത്രങ്ങൾ വിട്ടു. ഹരിയുടെ നേരെ അവൻ 50 അസ്ത്രങ്ങൾ വിട്ടു. ഹരിയവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം, അമ്മേ ശരണം. സഹസ്രാര സുദർശനം അവനു നേർക്കായച്ചു. സുദർശനം ദൈത്യനപ്പോൾ തടഞ്ഞുവല്ലോ. അമ്മേ ദേവി, ലക്ഷ്മി ദേവി, ഭദ്രേ ദേവി, കാളി ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം. വാണി ശരണം, അമ്മേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അംഎറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 445 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 29 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ നാം വിചാരം ചെയ്യുന്നു. എല്ലാ ദിവസത്തെയും പോലെ ആദ്യം പാരായണവും പിന്നീട് ഭാഷാഗാനവും നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ മഹിഷാസുരന് നേരെ സാക്ഷാൽ ശൗരി ആ ഭഗവാൻ വിഷ്ണു സുദർശനം പ്രയോഗിച്ചു. ഈ സന്ദർഭത്തിൽ അസുരൻ കാണിച്ച ആ മായാവിദ്യകൾ
ഒക്കെ തന്നെ ഇല്ലാതെയായി. ശാംബരീമായകൾ എന്നാണ് അതിന് പറയുക. കോടിക്കണക്കിന് അസുരന്മാരുള്ളതുപോലെ ദേവന്മാർക്ക് തോന്നി. കാലചക്രമായ സുദർശനം എത്തിയതോടുകൂടി മായകൾ മുഴുവൻ ഇല്ലാതെയായി. പറയുന്നു, വീക്ഷ്യതാൻ മഹിഷസ്തത്ര സൃഷ്ടി സ്ഥിത്യന്തകാരിണ യോദ്ധുകാമ സമാദായ പരിഘം സമുപാദ്രവൽ. സൃഷ്ടി, സ്ഥിതി, ലയം ഇതിന് കാരകന്മാരായിരിക്കുന്ന ദേവന്മാരെ ഒരുമിച്ചു കണ്ടപ്പോൾ മഹിഷാസുരൻ യോദ്ധുകാമ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് സമാദായ പരിഘം ഒരു ഇരുമ്പൊലയ്ക്ക് എടുത്തുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. മഹിഷാഖ്യോ മഹാവീര സേനാനി ചിക്ഷുരസ്തഥ. മഹിഷൻ എന്ന ആ മഹാവീരനും അതേപോലെ അവന്റെ സേനാനിയായ ചിക്ഷുരനും ഉഗ്രാസ്യോഗ്രവീര്യസ്യ ഉഗ്രാസ്യനും അതേപോലെ തന്നെ ഉഗ്രവീര്യനും ദുദ്രുവുർ യുദ്ധകാമുകന്മാരായി എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചും കൊണ്ട് അവരുടെ നേർക്ക് ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ നേർക്ക് പാഞ്ഞെടുത്തു. അസിലോമ ത്രിനേത്രശ്ച ബാഷ്കലാന്ധക ഏവച ഏതേ ചാന്യേ ച ബഹവോ യോദ്ധുകാമ വിനിര്യയോ. പിന്നെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈത്യന്മാരാരൊക്കെ വന്നത്? അസിലോമൻ, ത്രിനേത്രൻ, ബാഷ്കലൻ, അന്ധകൻ, ഇങ്ങനെ അനേകം ദൈത്യന്മാര് യുദ്ധത്തിന് ആഗ്രഹിച്ചുകൊണ്ട് യോദ്ധുകാമ അല്ലെങ്കിൽ ആ യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് അവരും ഓടി വന്നു. സന്നദ്ധാധൃതചാപാസ്തേ രഥാരൂഢ മതോദ്ധത. മതഗർവിതരായി യുദ്ധസന്നദ്ധരായി ആ ചാപധാരികളായി ധൃതചാപാസ്തേ രഥാരൂഢ രഥത്തിൽ കയറി. എങ്ങനെ വന്നു എന്നാ പറയുന്നത്? പരിവവൃ സുരാൻ സർവാൻ വൃകാ ഇവ സുവത്സകാൻ. ചെന്നായ്ക്കൾ പശുക്കുട്ടികളെ ആക്രമിക്കുന്നത് പോലെ ദേവന്മാരെ ഈ ചെന്നായ്ക്കൂട്ടം, ദേവന്മാരാകുന്ന പശുക്കളെ ദൈത്യന്മാരാകുന്ന ചെന്നായ്ക്കൂട്ടം വളഞ്ഞു എന്ന് ചുരുക്കം. ബാണവൃഷ്ടിം തതശ്ചക്രുർ ദാനവാ മതഗർവിത. മതം കൊണ്ട് ആ മതോന്മത്തരായി മാറിയ ദാനവന്മാര്, അവിടെ അസുരന്മാര്, ദേവന്മാര്, ഇവര് പരസ്പരം കൊല്ലാനുള്ള പരസ്പര ജിഘാംസവ. ദേവന്മാർ വിചാരിക്കുന്നു അസുരന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കണമെന്ന്, അസുരന്മാർ വിചാരിക്കുന്നു ദേവന്മാരെ ഇല്ലാതെയാക്കണമെന്ന്. അങ്ങനെ അവർ ബാണവൃഷ്ടി, ശരവൃഷ്ടി, അസ്ത്രങ്ങളെ കൊണ്ടുള്ള മഴ പെയ്തു അവിടെ നിന്നാണ്. അന്ധകോ ഹരിമാസാദ്യ പഞ്ചബാണൻ ശിലോഷിതാൻ. വിഷ്ണുവിനെ നേരിട്ടതാര? അന്ധകനാണ്. ആ അന്ധകാന്തകനെ പോലും തോൽപ്പിച്ച ആ ഭഗവാന് നേരെ അന്ധകൻ മുമോച വിഷസന്ദിഗ്ധാൻ കർണാകൃഷ്ടാൻ മഹാബലാൻ. ആ കർണം വരെ ചെവിയോളം വലിച്ച്, ഞാണിങ്ങനെ വലിച്ച് വിഷലിപ്തമായ തീക്ഷ്ണമായ 5 ബാണങ്ങൾ ഹരിക്ക് നേരെ പ്രയോഗിച്ചു. വാസുദേവ്യോപ്യ സംവൃത്താൻ വിശിഖാൻ ആശുഗൈസ്തത ചിച്ഛേദ താൻ പുനഃപഞ്ചമുമോച രിപുസ്നാശന. അപ്പോ ഇത് ഇങ്ങടെ എത്തുന്നതിന് മുമ്പ് തന്നെ വാസുദേവൻ സാക്ഷാൽ ഭഗവാൻ അതിശീഘ്രം വളരെ വേഗത്തിൽ പോകുന്ന അമ്പുകൾ കൊണ്ട് അതിനെ മുറിച്ചു. പിന്നെ അദ്ദേഹം 5 ബാണങ്ങൾ അവന്റെ നേർക്ക് പ്രയോഗിച്ചു. തയോ പരസ്പരം യുദ്ധം ബഭൂവ ഹരിദൈത്യയോ ബാണാസി ചക്രമുസലൈർ ഗതാശക്തി പരശ്വഥൈ. ആ ഹരിയും ദൈത്യന്മാരും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. അസ്ത്രം, വാള്, അസി, ചക്രം, മുസലൻ എന്ന് പറഞ്ഞ ഒലയ്ക്ക, ഗദ, ശക്തി, വേല്, പരശു, മഴു ഇതൊക്കെ മാറി മാറി പ്രയോഗിച്ചു. വിഷ്ണുവും അന്ധകനും തമ്മിൽ ആ നടന്ന യുദ്ധം, മഹേശാന്ധകയോർ യുദ്ധം തുമൂലം ലോമഹർഷണം, ആ നമ്മളിൽ വല്ലാതെ രോമാഞ്ചമുണ്ടാക്കുന്ന തരത്തിൽ ഭയാനകമായിരുന്നു. 50 ദിനപര്യന്തം അവർ തമ്മില് ബഭൂവച പരസ്പരം 50 ദിവസം യുദ്ധം ഉണ്ടായി. ഇന്ദ്രബാഷ്കലയോ തദ്വത് മഹിഷാസുരരുദ്രയോ. ഇന്ദ്രനും ബാഷ്കലിനും തമ്മില്, മഹിഷാസുരനും മഹാദേവനും തമ്മില് യമത്രിനേത്രയോ തദ്വൽ. യമനും ത്രിനേത്രനും തമ്മില് മഹാഹനു ധനേശയോ. മഹാഹനുവും കുബേരനും, ധനേശൻ കുബേരനും കൂടി യുദ്ധം. അസിലോമ വരുണയോർ യുദ്ധം പരമദാരുണം. അസിലോമാവും വരുണനും തമ്മിലുണ്ടായ യുദ്ധം. ഗരുഡം ഗതയാദൈത്യോ ജഘാന ഹരിവാഹനം. അവിടെ വിഷ്ണുവും അന്ധകനും തമ്മിലുള്ള യുദ്ധത്തിൽ ഹരിയുടെ വാഹനമായ ഗരുഡനെ
ഈ അന്ധകൻ തൻ്റെ ഗദ കൊണ്ട് ആഞ്ഞ് അടിച്ചു. ഗദാപ്രഹരമേറ്റ് സാ ഗദാപാത ഖിന്നാങ്കോ നിശ്വസന്നവതിഷ്ഠതി. തളർന്ന ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ഗരുഡനെ ശൗരിസ്തം ദക്ഷിണേനാശു ഹസ്തേന പരിസാന്ത്വയൻ. വിഷ്ണു തൻ്റെ വലത്തെ കൈകൊണ്ട് തലോടി ആശ്വസിപ്പിച്ചു. സ്ഥിരം ചകാര ദേവേശോ വൈനതേയം മഹാബലം സമാകൃഷ്യ ധനുശാർഗം മുമോച വിശിഖാൻ ബഹൂൻ. മഹാബലവാനായിരിക്കുന്ന ആ ഗരുഡനെ, വിനതാപുത്രനെ ഭഗവാൻ ശ്രീഹരി സ്വസ്ഥനാക്കി സമാധാനിപ്പിച്ചു. ആ ശാർഗം വലിച്ചെടുത്തു, ശരങ്ങൾ അയക്കുകയും ചെയ്തു. ഭഗവാന്റെ ആ ശരാസനമാണ്, വില്ലാണ് ശാർഗം. അന്ധകോപരി കോപേന ഹന്തുകാമോ ജനാർദ്ദന. അന്ധകനെ കൊല്ലണം എന്ന വിചാരത്തോടുകൂടി അവന്റെ നേർക്ക് അമ്പുകൾ തൊടുത്തുവിട്ടു. ആ ദൈത്യനോ ദാനവോപിച്ച താൻ ബാണാൻ ചിച്ഛേദസ്വശരേഷിതൈ. അതിനെ മുഴുവൻ ആ നിശിതമായ ബാണങ്ങളെ കൊണ്ട് അന്ധകൻ മുറിച്ചു കളഞ്ഞു. പഞ്ചാശദ്ഭിർഹരിം കോപാജഘാന ചശിലാശിതൈ. ദൈത്യൻ ആ ഹരിയുടെ നേർക്ക് അത്യുഗ്രമായ 50 ശരങ്ങൾ ഒരേ സമയം അയച്ചു. വാസുദേവോപി താം സ്തൂർണം വഞ്ചയിത്വ ശരോത്തമാൻ. ഹരിയോ, ഭഗവാൻ ആ 50 ശരങ്ങളെയും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി എന്ന് പറയുന്നു. വഞ്ചയിത്വ, അതിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുമാറി എന്ന് ചുരുക്കം. ചക്രം മുമോച വേഗേന സഹസ്രാരം സുദർശനം. മഹിഷാസുരന്റെ മായാവിദ്യകളെ തകർത്ത ആ 1000 സഹസ്രാരങ്ങളുള്ള 1000 ആരങ്ങളോടുകൂടിയ കാലചക്രം, ആ സുദർശനം അവന് നേരെ, അന്ധകന് നേരെ വിഷ്ണു പ്രയോഗിക്കുന്നു. എന്നാൽ ആ സുദർശന ചക്രത്തെയും അസുരൻ തൻ്റെ ചക്രം കൊണ്ട് തടഞ്ഞു എന്നാണ്. നോക്കൂ, ആലോചിച്ചു നോക്കൂ. ഭഗവാന്റെ കാലചക്രത്തെ പോലും തടയാനുള്ള ശക്തി അവനുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ത്വക്തം സുദർശനം ദൂരാൽ സ്വചക്രേണ ന്യവാരയൽ. തൻ്റെ ചക്രം കൊണ്ട് ആ ദൈത്യൻ ഹരിയുടെ അതിതീക്ഷ്ണമായ 1000 ആരങ്ങളോടുകൂടിയ ആ സുദർശന ചക്രത്തെ തടഞ്ഞു എന്ന് പറയുന്നു. ആ ഒരു ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവ്വം സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.